പല വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ വർഷം അതായത് 2025 നടക്കാൻ പോകുന്ന പരീക്ഷകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് വീഡിയോ ആണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ഇത് പല വിദ്യാർത്ഥികൾക്കും എഫക്റ്റീവ് ആണെന്ന കാര്യം മറന്നു പോകരുത്. ഈ അറിഞ്ഞ കാര്യം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും. ഈ മാസം ജൂൺ 10 മുതൽ 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. അതിനുശേഷം വരുന്ന പരീക്ഷകളാണ് 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ. വീണ്ടും ഓർക്കുക, 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണ്. ഇത് 3rd ഇയർ വിദ്യാർത്ഥികൾക്കാണ്, അതായത് 3 വർഷ ഡിഗ്രി UG പ്രോഗ്രാമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷകളുള്ളത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ അനുസരിച്ചിട്ടാണ് നമ്മളിനി പറയുന്നത്. 3ാം സെമസ്റ്റർ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 10 മുതലാണ്. ദെൻ ആ പരീക്ഷകൾക്ക് ശേഷം പിന്നെ വരുന്നത് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ 5ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 30 മുതലാണ്. ഈ പരീക്ഷകളാണ് 2025 നടത്താൻ പോകുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ജൂൺ മാസം 10 മുതൽ 4ാം സെമസ്റ്റർ പരീക്ഷകൾ 3 ഇയർ UG പ്രോഗ്രാമിൻ്റെ. ദെൻ ജൂൺ 23 മുതൽ 2nd സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ, അതും 3 ഇയർ UG പ്രോഗ്രാമിൻ്റെ ആണ്. ദെൻ ഒക്ടോബർ മാസം 10 മുതൽ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ 3rd സെമസ്റ്റർ പരീക്ഷകൾ. ദെൻ ഒക്ടോബർ 30 മുതൽ 5th സെമസ്റ്റർ പരീക്ഷകൾ 3 ഇയർ UG പ്രോഗ്രാമിൻ്റെ. ഈ 3 ഇയർ 4 ഇയർ എന്ന് പറയാൻ കാരണം രണ്ടും ഉള്ളത് കൊണ്ടാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുത്ത വർഷമാണ്. ആ വർഷത്തിൽ ഏത് ഇയർ പ്രോഗ്രാമാണ്, 3 ഇയർ പ്രോഗ്രാമാണോ 4 ഇയർ പ്രോഗ്രാമാണോ എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കാരണം പലപ്പോഴും പരീക്ഷകൾ പലതരത്തിലാണ് കോൾ ഫോർ ചെയ്യുന്നത്. 3 ഇയറിൻ്റെയും വിളിക്കാറുണ്ട്, 4 ഇയർ UG പ്രോഗ്രാമിൻ്റെയും പരീക്ഷകൾ വിളിക്കാറുണ്ട്. ആദ്യം വിളിക്കാറുള്ളത് എക്സാം രജിസ്ട്രേഷൻ, പിന്നെ ടീച്ചറായിട്ടുള്ള ടൈം ടേബിൾ, ചിലപ്പോൾ അതിന് മുമ്പായിട്ട് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു എക്സാമിൻ്റെ പാറ്റേൺ സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഇക്കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.